ഇന്ത്യ പഞ്ചായത്ത് പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ മുതുകുളം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രധാനമായും കൃഷിക്കും മാലിന്യ സംസ്കരണ രംഗത്തുമാണ് പ്രധാനമായിട്ടുമുള്ള ചുവടുവെപ്പുകളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രസിഡന്റ് ജ്യോതിപ്രഭയാണ് നമ്മളോട് വികസന നേട്ടങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാൻ ചേരുന്നത്. നമസ്കാരം ജ്യോതിപ്രഭ. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷിക്ക് അതിപ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നെൽകൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നതെങ്കിലും ചില കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം എല്ലാം തന്നെ തെങ്ങ് കൃഷിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് നിലവിൽ കർഷകർക്കായിട്ടുള്ളെങ്കിൽ അതല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക മേഖലയിൽ നമ്മൾ തെങ്ങ് കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തമാക്കുക മുതുകുളം ഗ്രാമപഞ്ചായത്തിന് എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വിത്ത്, അതുപോലെ തന്നെ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ആ കൃഷിക്കൂട്ടങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള കൃഷിഭവൻ മുഖാന്തരം കൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതുപോലെ തെങ്ങ് കർഷകർക്ക് ഡോളോമൈറ്റ്, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുക. അതോടൊപ്പം തെങ്ങ് കർഷകർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും അവർക്ക് നല്ല രീതിയിൽ കൃഷി മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഉപദേശങ്ങൾ കൃഷിഭവന്റെ ഭാഗത്ത് നിന്നും നൽകിക്കൊണ്ട് കൃഷിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തു വരുന്നത്. ഞങ്ങളുടെ പ്രദേശത്ത് തോടുകളിലെ മാലിന്യം വലിച്ചെറിയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ തോടിനെ വളരെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് കുമാരനാശാൻ സ്കൂളിന്റെ ഭാഗത്തോടുള്ള തോട്ടില് ഒരു മാതൃകയായിട്ട് കയർപ്പ് വസ്ത്രം വിരിക്കുകയും അവിടുത്തെ മാലിന്യങ്ങളെല്ലാം ഒഴിവാക്കുകയും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വലിച്ചെറിയൽ, ഏതൊക്കെ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ടോ ആ പ്രദേശങ്ങളിലെല്ലാം ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണം നടത്തി മാലിന്യം വലിച്ചെറിയാതിരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജലം സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ജാഥകളും തോടുകളും ജല നിർഗമന മാർഗങ്ങളും സംരക്ഷിക്കുവാൻ ഉള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പ്രദേശത്തെ മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് പൊതുവായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 5 ഇടങ്ങളിലായിട്ട് എയറോബിക് കമ്പോസ്റ്റ് നിർമ്മിച്ച്, അവിടെ സ്കൂളുകളിലാണ് അത് കൂടുതലായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കുമാരനാശാൻ സ്കൂള്, സംസ്കൃതം സ്കൂള്, കൊട്ടാരം സ്കൂള്, SNM സ്കൂള്, അതുപോലെ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ എയറോബിക് കമ്പോസ്റ്റുകൾ നിർമ്മിച്ചിട്ട് മാലിന്യ സംസ്കരണം നടത്തി വരുന്നു. കുട്ടികൾക്ക് കയർപ്പ് വസ്ത്രം വിരിക്കാനുള്ള പരിശീലനവും അതുകൊണ്ടുള്ള ഗുണങ്ങളും അവരെ പറഞ്ഞ് അവർക്കൊരു ബോധവൽക്കരണം നടത്തുവാനും അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഈ ഒരു സന്ദേശം പ്രചരിപ്പിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഈ മാലിന്യമുക്തം നവകേരളം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്താൻ സഹായിച്ചത് എന്ന് അറിയാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഈ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്? ആദ്യം തന്നെ നമ്മളുടെ പ്രദേശത്തെ മറ്റാരും ആശ്രയമില്ലാത്ത അതിദരിദ്രരെ കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തിയവരെ പല ഘട്ടങ്ങളിലായിട്ട് ഏറ്റവും അർഹതപ്പെട്ടവരെ തന്നെ അതിദരിദ്രരായിട്ടുള്ളവരെ കണ്ടെത്തി അവർക്ക് എന്താണ് ആവശ്യം എന്ന് കണ്ടെത്തുക. പലർക്കും റേഷൻ കാർഡ് ഇല്ലാതെ കടത്തിണ്ണകളിൽ കിടക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ 5 കുടുംബങ്ങളെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, ഒരു വീട്ടില് ഒരു അമ്മയും മകനും നല്ല ബുദ്ധിയില്ലാത്ത ഒരവസ്ഥയിൽ, അതും ആരും സംരക്ഷിക്കാനില്ലാത്ത സാഹചര്യത്തിൽ അവരെ നമുക്ക് മഹിളാ മന്ദിരത്തിലും അതുപോലെ തന്നെ സ്കൂളിലും ആ കുട്ടിയെ എത്തിച്ച് അവരെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തൊഴിലില്ലാത്ത, ജീവിക്കാൻ മാർഗമില്ലാത്ത, താമസിച്ചിരുന്ന അതിദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ലോട്ടറി കച്ചവടം നടത്തി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ജീവിത മാർഗം കണ്ടെത്തി കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ 9 കുടുംബങ്ങൾക്കും വീടില്ലാത്തവർക്ക് വീട്, അങ്ങനെ എന്താണോ അവരുടെ ആവശ്യം അത് കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് അതിനെല്ലാം പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുകയും അങ്ങനെ മാലിന്യമുക്ത അതിദരിദ്ര മുക്ത പഞ്ചായത്തായിട്ട് ഞങ്ങൾക്ക് ഈ മുതുകുളം പഞ്ചായത്തിനെ പ്രഖ്യാപിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് തെരുവ് നായ ശല്യം എന്നുള്ളത്. ഇതിനെ മറികടക്കാൻ പഞ്ചായത്ത് ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്?
ഇപ്പോഴേ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളുടെ പ്രശ്നമാണ്. ആ തെരുവ് നായ്ക്കളെ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് പറയുന്നത് ആ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനം. ഏകദേശം ഒരു 300ഓളം തെരുവ് നായ്ക്കൾക്ക് കഴിഞ്ഞ പദ്ധതി കാലത്ത് തന്നെ വാക്സിനേഷൻ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുകൂടാതെ ഇനി 500 തെരുവ് നായ്ക്കളെ വാക്സിനേഷൻ നടത്താനുള്ള പ്രവർത്തനങ്ങൾ നൽകി വരുന്നു. അപ്പൊ അതിന് വേണ്ട എല്ലാ വാക്സിനേഷന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും മുതുകുളം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ സജ്ജമാക്കുകയും വാഹനം ഉൾപ്പെടെ സജ്ജമാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എങ്കിലും ഇപ്പോഴും തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഈ കുടുംബശ്രീകളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ വരുന്ന സമയത്ത് 10 വർഷത്തോളമായി കുടുംബശ്രീ സംവിധാനം ഇല്ലായിരുന്നു. അപ്പൊ ഇത് കുടുംബശ്രീ സംവിധാനം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ വാർഡുകളിലും, അതായത് ഞങ്ങളുടെ 15 വാർഡുകളിലും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയും ADHന്റെയും CDSന്റെയും ഇലക്ഷനോടുകൂടി കുടുംബശ്രീ സംവിധാനം നിലവിൽ വരികയും അങ്ങനെ കുടുംബശ്രീ മുഖാന്തരം എല്ലാ വീടുകളിലുമുള്ള ആളുകൾക്ക് തൊഴിൽ പരിശീലനങ്ങൾ, ആവശ്യമുള്ളവർക്കെല്ലാം തൊഴിൽ പരിശീലനങ്ങൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യവസായ യൂണിറ്റുകൾ സ്ഥാപിക്കാനുള്ള സഹായങ്ങൾ നൽകുന്നു. ഇതുകൂടാതെ കുടുംബശ്രീ മുഖാന്തരം നമ്മുടെ പഞ്ചായത്തിലുള്ള ഒരു വിഭാഗം ജനങ്ങള്, അതായത് സഹായത്തിന് അതിദരിദ്രരായിട്ടുള്ള അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാന് നമ്മൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ചേർന്നുകൊണ്ട് നമ്മളുടെ ഗവൺമെന്റ് സ്കൂളിൽ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ അവിടുത്തെ PTA ചേർന്നുകൊണ്ട് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് എല്ലാ ദിവസവും കഴിഞ്ഞതിന്റെ അങ്ങേ സാമ്പത്തിക വർഷം 2 സാമ്പത്തിക വർഷങ്ങളായിട്ട് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം എത്രത്തോളം ആളുകളിലേക്ക് വീടുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഈ കുടിവെള്ളം എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം. ഞങ്ങളുടെ പഞ്ചായത്തില് ആരൊക്കെയാണോ നമുക്ക് ലൈഫ് ഭവന പദ്ധതിയിലും അതുപോലെ തന്നെ PMAY ഭവന പദ്ധതിയിലുമായിട്ട് അപേക്ഷ വെച്ചിരുന്നത് അത്രയും പേർക്കും വീടുകൾ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ, അത് കുറെ ആളുകളുടെ വീടുകൾ വെച്ചു കഴിഞ്ഞു. എല്ലാവർക്കും, ഒരാൾ പോലും ഒഴിയാതെ എല്ലാവർക്കും നമുക്ക് വീട് നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജലജീവൻ മിഷനുമായി ചേർന്നുകൊണ്ട് മുതുകുളം പഞ്ചായത്തിലെ 15 വാർഡുകളിലും ശുദ്ധജലം എത്തിക്കാനായിട്ടുള്ള പൈപ്പ് ഇടുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മുതുകുളം പഞ്ചായത്തില് ജലജീവൻ മിഷന് വേണ്ടിയിട്ട് ഒരു 17 സെന്റ് വസ്തുവോളം മേടിച്ച് ജലജീവൻ മിഷന് കൈമാറുകയും പമ്പ ഇറിഗേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ജലം അവിടെ ആ വസ്തുവിൽ വലിയ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിട്ട് ശുദ്ധജലം എല്ലാ വീടുകളിലും എത്തിക്കുവാനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതോടൊപ്പം അതോടുകൂടി നമുക്ക് ഈ മുതുകുളം പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഈ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുവാൻ കഴിയും. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ നടന്നു വരികയാണ്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ ഗതാഗത സൗകര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്? എല്ലാ വാർഡുകളിലും നമ്മുടെ LSCD ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റോഡുകൾ ചെയ്യേണ്ടത്, അതായത് റോഡുകൾ റീടാറിങ് ചെയ്യേണ്ടിടത്ത് റീടാറിങ് ചെയ്യുവാനും അതുപോലെ തന്നെ പുതിയ റോഡുകൾ കൊണ്ടുവരേണ്ടിടത്ത് പുതിയ റോഡുകൾ കൊണ്ടുവരാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ MGNREGS ഉൾപ്പെടുത്തിക്കൊണ്ട് പല റോഡുകള്, അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നത്, വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം തോടുകള്, അതുകൂടാതെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം സ്രോതസ്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ആ സ്രോതസ്സുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജലം ഒഴുകി പോകാനുള്ള ജലനിർഗമന മാർഗങ്ങൾ സുഗമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. ധാരാളം കനാലുകൾ ശുചിയാക്കാനും അതുപോലെ തന്നെ ഓടകൾ നിർമ്മിക്കുവാനും നമുക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പല വാർഡുകളിലും 5-ാം വാർഡ്, 7-ാം വാർഡ്, 1-ാം വാർഡ് ഇങ്ങനെയുള്ള വാർഡുകളിൽ
ഓടയുടെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് കൊയ്യുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? നമുക്ക് പഞ്ചായത്തിന്റെ ഒരു വെല്ലുവിളി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോഴും ഈ മാറി വരുന്ന കാലാവസ്ഥയും പിന്നെ ഒരു വിഭാഗം ജനങ്ങള് ഇതൊന്നും മനസ്സിലാക്കാതെ എവിടെ നിന്നെങ്കിലും ഒക്കെ ഹരിതകർമ്മസേനയും ഒക്കെ ഉണ്ടെങ്കിൽ ശരി മാലിന്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്നത് എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഇനി ക്യാമറകൾ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിലും മറ്റുള്ള പ്രദേശങ്ങളെ എല്ലാം വെച്ച് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ മുതുകുളത്തിന്റെ എല്ലാ ഇടവഴികൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ വളരെ ശുചിയായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഹരിതകർമ്മസേന വളരെ സജീവമായിട്ട് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ഹരിതകർമ്മസേന വളരെ സജീവമായിട്ട് മുതുകുളം പ്രദേശത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുന്നതിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അവർക്ക് എല്ലാവിധമായ സപ്പോർട്ടുകളും കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ പ്രധാന ജംഗ്ഷനുകളിലെല്ലാം ബോട്ടിൽ ബൂത്തുകൾ, വലിയ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആ പ്രദേശങ്ങളിലൊന്നും കുപ്പികളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ വലിച്ചെറിയുന്ന ഒരു സമ്പ്രദായമില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 15 വാർഡേ ഉള്ളെങ്കിലും ശരി 37 മിനി MCFകൾ നമുക്ക് പിന്നെ ഓരോ വാർഡുകളിലായിട്ട് ഒരു വാർഡിൽ 2 എണ്ണം, ചില വാർഡിൽ 3 എണ്ണം എന്ന ക്രമത്തിൽ 37 മിനി MCFകൾ സ്ഥാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ വീടുകൾക്കും ബിന്നുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കടകൾക്ക് മാലിന്യ സംസ്കരണത്തിനായിട്ട് ബിന്നുകൾ വിതരണം ചെയ്യണമെന്നുള്ള നോട്ടീസുകൾ കൊടുത്തുകൊണ്ട് കടകൾക്ക് പിന്നെ അത് നിർബന്ധമാക്കി. അതുകൂടാതെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കെല്ലാം പഞ്ചായത്തിൽ നിന്ന് തന്നെ സ്കൂളുകള്, ആശുപത്രികള്, അതുപോലെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ പഞ്ചായത്തിൽ നിന്നും ബിന്നുകൾ വിതരണം ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും പരിശുദ്ധിയായ മാലിന്യമില്ലാത്ത ഒരു പ്രദേശമാക്കി എടുക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് അതിനു വേണ്ടി കിട്ടുന്നുണ്ട്. തീർച്ചയായും ആലപ്പുഴ ജില്ലയിലെ മുതുകുളം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം പങ്കുവച്ചത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ജ്യോതിപ്രഭ. പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.